സാധാരണ ആക്ച്വലി ഈ ആക്ടേഴ്സിന്റെ ഒക്കെ ഇന്റർവ്യൂസ് കാണുമ്പോൾ ഇവരിങ്ങനെ പറയില്ലേ, ക്യാരക്ടറിലേക്ക് ഇറങ്ങിച്ചെന്ന് ക്യാരക്ടറിന്റെ ഇമോഷൻസ് ഫീൽ ചെയ്യാന്നൊക്കെ. എനിക്ക് ആക്ച്വലി അത് ഈ ഡാഡ ചെയ്യുന്നത് വരെ ഇവരെന്താ പറയുന്നത്, ഇങ്ങനെ തള്ളോ എന്ന് തോന്നിയിട്ടുണ്ട്. മമ്മൂക്കയുടെ അനിയൻ എന്നൊരു ഖ്യാതി, മമ്മൂക്കയുടെ ക്യാരക്ടറിന്റെ അനിയൻ ക്യാരക്ടറുള്ള ഖ്യാതിയിലാണ് പതിനെട്ടാമത് എനിക്കൊരു കൊമേഴ്ഷ്യൽ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ 2 സിനിമ കഴിഞ്ഞാൽ വിജയ് സാർ നിർത്തും ചെയ്യുന്നില്ല എന്നൊക്കെ. അപ്പം അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഐ ഫീൽ നമുക്ക് ഭയങ്കര വിഷമമാണ്. എന്തെങ്കിലും ഒരു സിനിമ ചെയ്യാൻ ടെൻഷനോ എന്തെങ്കിലും വരുമ്പോൾ ഞാൻ വിചാരിക്കും സത്യനന്ദിക്കാടിന്റെ മുന്നിൽ കോൺഫിഡന്റ് ആയിട്ട് നിന്നില്ലേ ഞാൻ, ഇത് ഓക്കെയാണ്, ഇതൊക്കെ പറ്റും. ചന്തുവിന്റെ പ്രതീക്ഷിച്ചില്ല, പക്ഷെ എനിക്കില്ലാത്തോണ്ടല്ല, അവസരമുള്ള സിനിമയ്ക്ക് അങ്ങനെയാണല്ലോ. ഈ ഓൾ ഷുഡ് ഫീൽ വെരി ലക്കി ബിക്കോസ് നമുക്ക് അറ്റ്ലീസ്റ്റ് സിനിമകൾ വരുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, നമ്മളെ അറിയാം മെയിൻ സ്ട്രീമില്. അതൊരു കോമ്പറ്റീഷൻ, ഭയങ്കര കോക്കസ് ഉണ്ട്, ഭയങ്കര ബെൽറ്റ് എന്നല്ല ഗ്രൂപ്പ്സ് ഉണ്ട്, അവരത് കുറ്റം പറയാൻ പറ്റും. ഇപ്പം സിനിമയിൽ സർവൈവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 2024 ലക്കിലി ഇതുവരെ നല്ല സിനിമകൾ കുറച്ച് വന്നിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും കുറച്ച് നാൾ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ടീച്ചിങ്ങിലും ഉണ്ടായിരുന്നു. ടീച്ചറായിരുന്നു. ടീച്ചറായിരുന്നു. അധ്യാപകനാണ്. ഹായ്, മീഡിയ വണ്ണിനൊപ്പം സീക്രട്ട് ഹോമിൻ്റെ രഹസ്യവിശേഷങ്ങളുമായി എത്തിയിരിക്കുന്നത് അപർണദാസും ചന്ദനാഥുമാണ്. സ്വാഗതം. ഇപ്പോൾ ഇതിൻ്റെ ടാഗ് ലൈനിൽ തന്നെ പറയുന്നത് ഇപ്പോൾ എവറി ഹോം ഹാസ് സീക്രറ്റ്സ് എന്നാണ്. അപ്പോൾ നമ്മളിതിൻ്റെ സംവിധായകനോട് ജസ്റ്റ് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ആളും പറഞ്ഞത് എല്ലാ വീടുകളിലും ഒരുപാട് രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നതാണ് നമ്മൾ, പക്ഷെ പുറത്തേക്ക് അങ്ങനെ പലപ്പോഴും കാണിക്കില്ല. നമ്മൾക്കൊരു സ്ട്രക്ചർ ഉണ്ട് സൊസൈറ്റിയിൽ, കുടുംബമൊക്കെ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അടുത്ത കാലത്ത് മലയാള സിനിമകൾ നോക്കുകയാണ്, ഇപ്പോൾ ദൃശ്യം പോലൊരു സിനിമയിൽ ഒരു തരം സീക്രട്ട് ഭയങ്കരമായിട്ട് സൂക്ഷിക്കുന്ന ഒരു സിനിമയാണ്. ഇപ്പോൾ അല്ലെങ്കിൽ ഒരുപാട് ഡിസ്ഫങ്ഷണലായിട്ടുള്ള ഫാമിലീസിനെ പറ്റിയിട്ട് പറയുന്ന ഒരുപാട് സിനിമകൾ, കുമ്പളങ്ങി ആണെങ്കിലും ഇപ്പോൾ അടുത്തിറങ്ങിയ ഫാലിമ ആണെങ്കിലും ഒക്കെ വരുന്നുണ്ട്. സോ എന്താണ് ഈ സീക്രട്ട് ഹോമിന്റെ സീക്രട്ടിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ? ഭയങ്കര സീക്രട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനുണ്ടോ? ആരെങ്കിലും എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഫാമിലിക്കകത്ത് ഇതിനകത്തൊരു ക്രൈം ഉണ്ട്. അത് ഡിസ്ക്ലോസ് ചെയ്യുന്നതിന് പ്രശ്നമുള്ള കാര്യമില്ല. ക്രൈം ഹാപ്പനിങ് ഒരു വീട്ടിനകത്ത് സംഭവിക്കുന്നു. അപ്പൊ അത് ആ ക്രൈം സംഭവിക്കാൻ എന്തുകൊണ്ട് സംഭവിക്കുന്ന റീസൺസ് കാണുമല്ലോ. വീട്ടിലുള്ള ആളുകളുടെ പ്രോക്സിമിറ്റിക്ക് കാര്യങ്ങളുടെ പ്രശ്നം ഉണ്ടാവുന്നു. അതോ അതല്ല ഒരു എക്സ്റ്റേണൽ ഏജന്റ് വർക്ക് ചെയ്തിട്ടാണോ? ഇപ്പൊ നമ്മളൊരു ഇത് പറയുന്ന ബേസ്ഡ് ഓൺ എ ട്രൂ ഇൻസിഡന്റ് എന്ന് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഒരു 5-10 വർഷം മുമ്പ് ഇവിടെ നടന്നൊരു സംഭവത്തെ ആസ്പദമാക്കിയാണ് ഈ സിനിമ. അതല്ല, അതിനെ ബേസ് ചെയ്തിട്ടൊരു സിനിമ. അതിലിപ്പോ ഒരു മീഡിയക്ക് ഒരു വേർഷൻ ഉണ്ടാവും, പോലീസ് വേർഷൻ ഉണ്ടാവും, ഒരു വേർഡിക്റ്റ് ഉണ്ടാവും. അതല്ലാതെ എന്തെങ്കിലും സാധ്യത ഇതിനകത്ത് ഉണ്ടോ, നമ്മൾ അറിയാത്തൊരു ആംഗിൾ ആ ക്രൈമിനുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു ക്രിയേറ്റീവ് അറ്റംപ്റ്റ് ആണ് സീക്രട്ട് ഹോം. അങ്ങനെ ചുരുക്കി പറയാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മൾ ഈ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറീസ് ഇപ്പം നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന സമയത്ത്, അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ആ സ്റ്റോറി കേൾക്കുമ്പം ഒരു രസം ഉണ്ടാവും, നമുക്കൊരു ത്രില്ലിങ് ഇതായിരിക്കും. ഇതിപ്പം നമ്മൾ പ്രേക്ഷകർ ഈ സിനിമ ഇറങ്ങി കാണുന്ന സമയത്തും നമുക്ക് അതിൻ്റെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ, ആ പോയിന്റ് ആയിരിക്കും. പക്ഷെ ഷൂട്ടിംഗ് ടൈമിൽ ഈ ത്രില്ലർ സ്റ്റോറീസ് ഒക്കെ ഷൂട്ട് ചെയ്യണ സമയത്ത് അതിൽ നിങ്ങളുടെ ഒരു ഫേവറേറ്റ് പാർട്ട് എന്തെങ്കിലും ഉണ്ടോ? അതിൻ്റെ ഒരു ഈ പ്രൊഡക്ഷൻ ടൈമിൽ അല്ലെങ്കിൽ നിങ്ങളൊരു ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ മൂവിയേ അല്ല. ഓക്കെ, അല്ല, ഇതൊരു ക്രൈം ഡ്രാമ. ഒരു ക്രൈം നടക്കുന്നു, പക്ഷെ ഒരു ഫാമിലി ഡ്രാമയ്ക്കാണ് ഹെവിലി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇതില് അപ്പു ചെയ്യുന്ന ക്യാരക്ടർ ഇതിനകത്ത് പറഞ്ഞോളൂ, ഇത് കൊണ്ടുപോകുന്ന ആ ഒരു പോയിന്റ്, ഈ ഒരു ഇഷ്യൂ നടക്കുന്നതിനെ അന്വേഷിക്കുന്ന ത്വരയുണ്ടാവുന്നത് ഈ ക്യാരക്ടറാണ്. പക്ഷെ അതൊരു ഇൻവെസ്റ്റിഗേഷൻ പാറ്റേൺ അല്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന ത്രില്ലിങ് ഇതിപ്പം അതല്ല. സംവേർ ദേർ ഈസ് ഡൗട്ട്സ് ആൻഡ് അതൊരു ഭയങ്കര ഒരു എലിവേഷൻ സീൻസിൽ പോയി നമ്മൾ ലാൻഡ് ചെയ്യും. അതാണ് അതിന്റെ പ്രത്യേകത പടത്തിന്റെ. അതുകൊണ്ടാണ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ അല്ല എന്ന് പറയാം. ഒരു ക്രൈം ഡ്രാമ എന്നുള്ളത്. ഷൂട്ടിംഗ് സെറ്റ് ഇപ്പൊ ചോദിച്ചതുപോലെ അങ്ങനെ ഒരു
വളരെ സീരിയസ് ആയിട്ടുള്ളൊരു സിനിമയാണെങ്കിലും നമ്മൾ അങ്ങനെ ഒരു മൂഡിലൊന്നും അല്ല ഷൂട്ട് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ഒരു പോകുന്നു, ജസ്റ്റ് നമ്മൾ തമാശയൊക്കെ പറയുന്നു, ഓക്കെ ഷോട്ട് റെഡി, പോയി അഭിനയിക്കുന്നു, തിരിച്ചു വരുന്നു, തമാശ പറയുന്നു, അങ്ങനത്തെ ഒരു മൂഡായിരുന്നു ഫുൾ ഷൂട്ടിംഗ് സെറ്റ്. സിനിമ സീരിയസ് ആണെങ്കിലും ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് ഫണ്ണായിരുന്നു. ഇപ്പം നിങ്ങളുടെ രണ്ടുപേരുടെയും ഒരു കരിയറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ തുടക്കത്തിന്റെ സമയത്തും ബാക്കി സമയത്തും ഒക്കെ ഒരു സൂപ്പർ സ്റ്റാർസ് അല്ലെങ്കിൽ അങ്ങനത്തെ ആളുകളുടെ ഒപ്പം അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പം തമിഴിലാണ് ബാക്കി ഒരുപാട് മികച്ച സിനിമകളിൽ ഭാഗമായിട്ടുണ്ട്. എന്നാലും പറയുമ്പോൾ ഇപ്പോൾ വിജയ്ക്കൊപ്പം ബീച്ചിൽ നോക്കുകയാണെങ്കിൽ മമ്മൂട്ടിയുടെ കൂടെ തുടങ്ങുന്നു, മോഹൻലാലിനൊപ്പം ചെയ്യുന്നു, മോഹൻലാലിനൊപ്പം ഇനി റാം വരാനുണ്ട്, പാപ്പനിൽ സുരേഷ് ഗോപിക്ക് ഒപ്പം ചെയ്യുന്നു. ഇത് എനിക്ക് ചോദിക്കാനുള്ളത് അവരുടെ ഇപ്പോൾ എക്സ്പീരിയൻസ് എന്നതിലുപരി ഇപ്പം ഇൻഡസ്ട്രിയും പ്രേക്ഷകരും ഒരുപോലെ വളരെ ഒരു ബഹുമാനത്തോടെയും ആരാധനയോടെ ഒക്കെ കൂടെ കാണുന്ന ആളുകളുടെ ഒപ്പം നിങ്ങൾക്ക് സിനിമകൾ അഭിനയിച്ച് കഴിയുമ്പോൾ അത് നിങ്ങളുടെ ഒരു ആക്ടേഴ്സ് എന്നുള്ള നിലയിൽ നിങ്ങളുടെ കോൺഫിഡൻസിനെ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യാറുണ്ടോ? നമ്മളൊരു നെക്സ്റ്റ് പ്രൊജക്റ്റ് പറയുന്ന സമയത്ത് അതിനോട് ഒരു യെസ് പറയാനാണെങ്കിലും നോ പറയാനാണെങ്കിലും അത് തരുന്നൊരു കോൺഫിഡൻസ് രണ്ടുപേർക്കും എങ്ങനെയാണ്? തീർച്ചയായും എനിക്ക് ഫസ്റ്റ് സിനിമ തന്നെ സത്യനന്ദിക്കാടിൻ്റെ ഡിറക്ഷനിൽ ഫഹദായിരുന്നു സ്ക്രീൻ ഷെയർ ചെയ്യുന്നത്. അപ്പം ഞാൻ വലിയൊരു ഫഹദ് ഫാസിൽ ഫാനാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആളുടെ ആക്ടിങ്. അപ്പം നമ്മൾ ഫസ്റ്റ് ഷോട്ട് പുള്ളിയുടെ കൂടെ സത്യൻ സാറുടെ ഇതിൽ അഭിനയിക്കുമ്പം എനിക്ക് ലക്കിലി ഫസ്റ്റ് ടേക്ക് ഓക്കെ ആയി, ഫസ്റ്റ് പടത്തിൻ്റെ ഫസ്റ്റ് ടേക്ക് എനിക്ക് ഓക്കെ ആയി. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ആയിരുന്നു. പിന്നീട് ഞാൻ ചിന്തിക്കുമ്പോൾ എന്തെങ്കിലും ഒരു സിനിമ ചെയ്യാൻ ടെൻഷനോ എന്തെങ്കിലും വരുമ്പോൾ ഞാൻ വിചാരിക്കും സത്യനന്ദിക്കാടിൻ്റെ മുന്നിൽ കോൺഫിഡൻ്റ് ആയിട്ട് നിന്നില്ല ഞാൻ, ഇത് ഓക്കെയാണ്, അതൊക്കെ പറ്റും. അത് അങ്ങനെ ഒരു സംഭവം നമുക്ക് ഉള്ളിൽ വരും, നമുക്കൊരു കോൺഫിഡൻസ് വരും. പിന്നെ ഉറപ്പായും അവരെങ്ങനെയാണ് ഒരു സെറ്റിൽ ബിഹേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ഒരു സിനിമയെ കാണുന്നത്, അവരെങ്ങനെയാണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾക്ക് കാണാനും നമ്മൾ അതിൽ നിന്ന് ഇൻസ്പയർ ആവുകയും ചെയ്യും. അപ്പോൾ അത് നമ്മൾ പോലും അറിയാതെ നമുക്കൊരു കോൺഫിഡൻസ് നമ്മുടെ ലൈഫിൽ ഈ ഒരു മേഖലയിൽ നിൽക്കുമ്പോൾ നമുക്ക് തരും. പിന്നെ അവരൊക്കെ ആയിട്ട് അടുത്തറിയാം അല്ലെങ്കിൽ അവരെ പരിചയമുണ്ടെന്നൊക്കെ പറയുമ്പോൾ നമുക്കതൊരു ഇറ്റ്സ് ആഡ് ഓൺസ് സിനിമയിൽ വന്നു കഴിയുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. എനിക്ക് പേഴ്സണലി അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ്? അല്ല, നമ്മളൊരു ഫിൽമോഗ്രാഫി എടുക്കുമ്പോൾ എല്ലാവരും കിട്ടുന്ന അവസരമല്ല അങ്ങനെയുള്ള ഇത്രയും അധികാരമായിട്ടുള്ള നടന്മാരോട് സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ തോന്നും. ഇപ്പം എനിക്ക് ലാലേട്ടനോട് മമ്മൂക്കയുടെ കോമ്പിനേഷൻസ് ഉണ്ടായില്ലെങ്കിലും മമ്മൂക്കയുടെ അനിയൻ എന്നൊരു ഖ്യാതി, മമ്മൂക്കയുടെ ക്യാരക്ടറിന്റെ അനിയൻ ക്യാരക്ടറിന്റെ ഖ്യാതിയിലാണ് 18 എനിക്കൊരു കൊമേഴ്ഷ്യൽ ബ്രേക്ക് ചെയ്യുന്നത്. ആ കാരിസ്മ നമുക്ക് ചെറുതായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ പറ്റും അവരുടെ കൂടെ നിൽക്കുമ്പോൾ. അപ്പൊ ഫാദിക്കയോടെ ഞാൻ ചെയ്തു ഈ പറയുന്ന, പക്ഷെ ഈ ത്രയങ്ങൾ എന്ന് പറയും മമ്മൂക്ക, സുരേഷ് ഗോപി സാർ, ലാലേട്ടൻ, ജയറാമേട്ടനോട് ഒരുപാട് അങ്ങനത്തെ, പക്ഷെ അവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ആബ്സല്യൂട്ട്ലി എക്സ്പീരിയൻസ്, വെൽ എക്സ്പീരിയൻസ്. അപ്പൊ അവര് നിൽക്കുന്ന സ്പേസ് തന്നെ പെട്ടെന്നൊരു ഓറ ചേഞ്ച് ഉണ്ട്. അവർ പെട്ടെന്നൊരു ഓറ, അവര് നിൽക്കുമ്പോൾ തന്നെ എത്രയും വർഷങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് അവർ നിൽക്കും നമ്മുടെ മുമ്പിൽ. അതൊരു നമ്മളിലേക്ക് ഷെയർ ചെയ്യും സ്വാഭാവികമായിട്ട്, അത് നമ്മളിലേക്ക് വരും. പിന്നെ നമ്മുടെ ഫിൽമോഗ്രഫി നോക്കുമ്പോൾ നാളെ എന്റെ മോൻ്റെ അടുത്തോ മോളെടുത്തോ നാളത്തെ കാലത്ത് പറയുമ്പോൾ ഇൻഡസ്ട്രി പില്ലർ പോലെ താങ്ങി നിർത്തിയ ഗ്രേറ്റ് ആർട്ടിസ്റ്റുകളുടെ കൂടെ അച്ഛന് ഒരു സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റിയിരുന്നു എന്ന് പറയുന്നത് ഭയങ്കര അഭിമാനത്തോടെ കാണുന്ന ഒരാളാണ്. ഇന്ന് അവരുടെ ഒരു പടത്തിൽ, അവരുടെ സിനിമയിൽ അത് നോ പറയണോ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ വിജയപരാജയങ്ങൾക്ക് അപ്പുറത്തേക്ക് ചൂസ് എ വെരി ഒരു അപ്പൊ അതിനകത്ത് നമ്മൾ എന്ത് വേണമെങ്കിലും ഓക്കെ ആണ്, എനി ടൈം അറ്റ് എനി കോസ്റ്റ് നമ്മൾ അതിൻ്റെ അകത്ത് ഭാഗമാവാൻ ഇതാണ്. അതാണ് എനിക്ക് അത് ഭാഗ്യവും കൂടെ നമുക്ക് ഇത്രയും ഇവിടെ ചെയ്യാൻ പറ്റി. അതുപോലെ ഡയറക്ടേഴ്സ്, ആക്ടേഴ്സ് മാത്രമല്ല, സാറിനോട് വർക്ക് ചെയ്തു, ജിത്തു സാറിനോട് വർക്ക് ചെയ്തു, മധു സാറിനോട് വർക്ക് ചെയ്തു, ശങ്കരാമേഷ് സാറിനോട് വർക്ക് ചെയ്തു, മഹേഷ് നാരായണോട്, വളരെ കോണ്ടന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള നമ്മളെ ലുക്കപ്പ് ചെയ്യുന്ന അവരുമായിട്ട് വർക്ക്, അവരുടെ സ്പേസിൽ നിൽക്കാൻ പറ്റുന്ന തന്നെ വലിയ ഇപ്പൊ ഈ ലക്കിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പം അപർണദാസിന് കുറെ കൂടെ ലക്കി ആയിട്ട് ഇപ്പൊ ഈ ബീസ്റ്റിന് ശേഷം കാണുന്നുണ്ട്. കാരണം ഇപ്പം അമിതാഭ് ബച്ചനെ പോലൊരു ഓൾമോസ്റ്റ് എല്ലാ ആക്ടേഴ്സും പറയുന്നതാണ് ഇപ്പം വിജയ് പൊളിറ്റിക്സിലേക്ക് പോകുമ്പം 2 സിനിമകൾ കഴിഞ്ഞാൽ ഒരു പക്ഷെ അധികം സിനിമകളിൽ ഉണ്ടാവില്ല എന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന അഭിനയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും പറയുന്നതാണ്. അപ്പൊ അദ്ദേഹത്തിന് ഒരു സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ കിട്ടിയത് ഭയങ്കര ലക്കാണ്. ഇനി അതിലുള്ള ഒരു സാധ്യതകൾ ഒരു പക്ഷെ കുറവായിരിക്കുന്നത്. അപ്പം ഈ ഒരു പൊളിറ്റിക്സിലേക്ക് ആൾ മാറാണെന്നുള്ള ഒരു പ്രഖ്യാപനം വന്ന ശേഷം ആ രീതിയിൽ കൂടെ ബീസ്റ്റിലേക്കുള്ള അവസരത്തെ കണ്ടിരുന്നു. അതൊരു ഭയങ്കര തീർച്ചയായും ബിക്കോസ് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ 2 സിനിമ കഴിഞ്ഞാൽ വിജയ് സാർ നിർത്തും ചെയ്യുന്നില്ല എന്നൊക്കെ. അപ്പം അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഐ ഫീൽ നമുക്ക് ഭയങ്കര വിഷമമാണ്. കാരണം സാറിന്റെ പടം
ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ അല്ലെങ്കിൽ ആ പാട്ട് ഡാൻസ് അതൊരു വേറൊരു വൈബ് തന്നെയാണ് വിജയ് പടം ഇറങ്ങാന്ന് പറയുന്നത്. അപ്പൊ അത് ഉണ്ടാവില്ല എന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ആ ഒരു കരിയർ ആൻഡ് ഹീ സ്റ്റോപ്പിംഗ് അറ്റ് ദ പീക്ക് ഓഫ് ഹിസ് കരിയർ. ഇപ്പം ഏറ്റവും കൂടുതൽ എന്താ പറയുന്ന കളക്ഷൻ ആണെങ്കിലും എന്താണെങ്കിലും അങ്ങനെ നിൽക്കുന്ന സമയത്താണ് പുള്ളി നിർത്തിയത്. അപ്പൊ ആ ഒരു സമയത്ത് തന്നെ ആരും എക്സ്പെക്ട് ചെയ്തിട്ട് പോലും ഇല്ല. എനിക്ക് അതിലൊരു ചാൻസ് സാറുടെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയതിൽ ഞാൻ ഭയങ്കര ലക്കിയാണ്. അല്ല കുറച്ചു കാലം കൂടെ കഴിഞ്ഞിട്ടാണെങ്കിൽ ചിലപ്പോൾ അത് പറ്റിയില്ലെങ്കിൽ അയ്യോ ചിലപ്പോൾ കാണാൻ പോലും പറ്റില്ലായിരിക്കും, അങ്ങനെയൊക്കെ ആയി പോയേക്കാം. പക്ഷെ ഐ ഫീൽ വെരി ലക്കി. ആ ബർത്ത്ഡേ വീഡിയോ ഒക്കെ അതൊക്കെ ഇപ്പോഴും എല്ലാവരും അതൊക്കെ എൻ്റെ ഒരു ട്രഷേർഡ് മെമ്മറിയാണ്. ഇപ്പോഴും ഈ പറഞ്ഞ പോലെ കാലാകാലങ്ങളോടെ ഞാൻ വയസ്സായാലും പറയലോ പണ്ടൊരിക്കലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്ന് പറയാലോ. ഇപ്പം റോൾസ് വരുന്നതിൽ രണ്ടുപേർക്കാണെങ്കിലും ഒരു ചിലതിൽ ഒരു ചാമിങ് ക്യാരക്ടേഴ്സ് രണ്ടുപേർക്കും കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഒരു ചെറിയ നെഗറ്റീവ് ഷെയ്ഡ് വരുന്നതും ഒക്കെ ഉണ്ടെങ്കിലും ആ ക്യാരക്ടറുകൾക്ക് എവിടെയൊക്കെ ഒരു ചെറിയൊരു ചാമിങ് എലമെന്റ് ഉണ്ട് എന്ന് തോന്നിയിട്ടുണ്ട് കുറച്ച് ഇതുവരെ ചെയ്തിട്ടുള്ള സിനിമകളിൽ. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? നിങ്ങൾക്ക് വന്ന കഥാപാത്രങ്ങൾക്ക് അങ്ങനെ ഒരു എലമെന്റ് ഉണ്ടെന്ന്? ഇതോടെ അതങ്ങ് മാറി. ഈ പടത്തോടെ എന്തായാലും കട്ട nowhere related to us, nowhere related to any of my personal traits. പക്ഷെ അത് വർക്ക് ചെയ്യാൻ ഭയങ്കര. ഇപ്പൊ ഫീനിക്സ് എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞാണ് ഞാൻ ഇതിപ്പോ റിലീസ് ചെയ്യാൻ പോകുന്നത്. ലീനിയർലി ഷൂട്ട് ചെയ്ത പടമല്ല എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ടാണ് ഫിനിക്സ് വന്നത്. പക്ഷെ റിലീസ് അതിന് ശേഷമാണ്. ഫിനിക്സ് കണ്ടു നിൽക്കുന്ന ഒരുത്തിന് റൊമാൻറ്റിക് ഹീറോ ആയിട്ടും തകർന്ന നിരാശാകാരനായിട്ട് നിൽക്കുന്ന എടുത്തുനിന്ന് ഞാൻ ശരൺ എന്ന് പറയുന്ന ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട്. ഇറ്റ്സ് വെരി വെരി അങ്ങനെയാണ്. അജഗജാന്തരമാണ് ക്യാരക്ടേഴ്സ്. അതാണ് എനിക്കും ആവശ്യം. അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാതെ അങ്ങനെ ഒരു അതല്ലാതൊരു സാധനം. അപർണയ്ക്ക് എന്താണ് എന്തെങ്കിലും ഈ കഥാപാത്രത്തെ പറ്റിയിട്ട് കൂടുതൽ പറയാൻ അല്ലെങ്കിൽ പേരെങ്കിലും ഒക്കെ പറയാൻ പറ്റുമോ? ഞാൻ ഇതുവരെ ചെയ്തതിൽ ഡിഫറെന്റ് ആണ്. ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ ബൈക്കൊക്കെ ഓടിക്കുന്ന ഒരു ക്യാരക്ടറാണ് ഇതില്. അപ്പം അങ്ങനെ അച്ഛനില്ലാത്ത സമയത്ത് അച്ഛന്റെ സ്പ്ലെൻഡർ ഒക്കെ എടുത്ത് പോകുന്ന അങ്ങനത്തെ ഒരു കുറച്ച് ടോംബോയിഷ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അത്. ഇതുവരെ ഞാൻ ചെയ്ത ക്യാരക്ടേഴ്സിൽ പെടുന്ന ടൈപ്പ് ഒരു ക്യാരക്ടർ അല്ല. അപ്പോൾ ഡിഫറെന്റ് ആണ്. ഇതുവരെ ചെയ്ത ഇത് വെച്ച് നോക്കുമ്പോൾ ഡിഫറെന്റ് ആണ്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇപ്പോൾ തമിഴിൽ ദാദ എന്ന് പറയുന്ന സിനിമയില്, അപ്പം 2 സിനിമകൾ തമിഴിൽ ചെയ്യുമ്പോൾ തന്നെ രണ്ടും ഒരേപോലെ ഹിറ്റാവുന്നു. രണ്ടും 2 ജോണറിലുള്ള 2 ടൈപ്പ് ഓഫ് സ്കെയിലിൽ വരുന്ന സിനിമകളാണ്. അപ്പൊ ദാദ മലയാളികൾ ഒരുപാട് ഡാഡ കുട്ടി പറയുന്ന പോലെ അത് മലയാളികൾ ഒരുപാട് കണ്ടിട്ടുള്ള ഒരു സിനിമയാണ് രണ്ടാണെങ്കിലും. അപ്പം ആ സിനിമ ഇറങ്ങുന്ന സമയത്ത് അതൊരു നമ്മൾ പറയുമ്പോൾ ഒരു സർപ്രൈസ് ഹിറ്റായിരുന്നു അങ്ങനെയൊക്കെ പറയും. പക്ഷെ നിങ്ങളുടെ മൈൻഡിൽ എന്തായിരുന്നു ആ സിനിമ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്? നിങ്ങൾ ഇത് ഓഡിയൻസ് ആയിട്ട് ഏത് ഗ്രൂപ്പ് ഓഫ് ഓഡിയൻസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ലൈക്ക് യങ് പേരൻസ് അങ്ങനെയുള്ള ആളുകളൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തിയേറ്ററിലും അല്ലെങ്കിലൊക്കെ നന്നായിട്ട് വർക്ക് ആവും അങ്ങനെയൊക്കെ കരുതി? സാധാരണ ആക്ച്വലി ഈ ആക്ടേഴ്സിന്റെ ഒക്കെ ഇന്റർവ്യൂസ് കാണുമ്പോൾ ഇവരിങ്ങനെ പറയില്ലേ ക്യാരക്ടറിലേക്ക് ഇറങ്ങിച്ചെന്ന് ക്യാരക്ടറിന്റെ ഇമോഷൻസ് ഫീൽ ചെയ്യാന്നൊക്കെ. എനിക്ക് ആക്ച്വലി അത് ഈ ഡാഡ ചെയ്യുന്നത് വരെ ഇവരെന്താ പറയുന്നത് ഇങ്ങനെ തള്ളു എന്ന് തോന്നിയിട്ടുണ്ട്. ഈ ഡാഡയില് ആ ഇമോഷണൽ കുറച്ചുള്ള സീക്വൻസസ് ആക്ച്വലി എനിക്കത് അഭിനയിക്കുമ്പോൾ തന്നെ ആക്ച്വലി അത് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ലൈക്ക് എനിക്ക് എൻ്റെ അമ്മേനെ ഓർമ്മ വന്നു. ലൈക്ക് എനിക്കിപ്പോൾ ഒരു പാർട്ട്ണറിനെ പിരിഞ്ഞിരിക്കുന്ന ആ ഒരു അങ്ങനത്തെ ഒരു ഫീലിംഗ് എനിക്ക് റിയലി ഫീൽ ചെയ്തിട്ടാണ് ഞാൻ ആ പടം ചെയ്തത്. അപ്പം ഞാൻ 100% ഭയങ്കര ഇഷ്ടപ്പെട്ട് പ്രൊമോഷൻസിലാണെങ്കിലും എല്ലാത്തിനും ഫുള്ളി ഇൻവോൾവ് ആയിട്ടുള്ള ഫിലിമായിരുന്നു. അപ്പൊ അത് തുടങ്ങുമ്പോൾ ഈ പറഞ്ഞ പോലെ വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഇല്ലാതെ ഭയങ്കര ഹിറ്റ് ആവുന്നൊന്നും വിചാരിച്ചിട്ടില്ലെങ്കിലും പടം കഴിഞ്ഞപ്പോൾ ഐ ന്യൂ ഇറ്റ് വാസ് എ ഗുഡ് ഫിലിം. അത് എടുത്തത് നല്ലതാണെന്ന് അറിയായിരുന്നു. അത് നന്നാവുകയാണെങ്കിൽ ഇറ്റ് വുഡ് ബി നമുക്കൊരു നല്ലതായിരിക്കും ലൈഫിൽ എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതായത് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ മോശം പറയില്ല എന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു. പക്ഷെ ആൾക്കാർ എങ്ങനെ ഇത് കാണും, എങ്ങനെ തിയേറ്ററിലേക്ക് വരും എന്നുള്ളതിലേക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ലക്കിലി ഫസ്റ്റ് ഡേ നമുക്ക് മീഡിയ പ്രിവ്യൂ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോ തന്നെ ഒന്ന് നമുക്ക് തമിഴ്നാട്ടിൽ കേട്ടോ, കേരളത്തില് തിയേറ്ററിൽ വന്നെങ്കിലും ആരും പോയി ഫസ്റ്റ് ഡേ ഒന്നും കണ്ടില്ല. മലയാളികൾ കണ്ടത് OTT-ലാണ് അധികം. തമിഴ്നാട്ടില് മീഡിയ ഇത് കഴിഞ്ഞപ്പോ തന്നെ നെക്സ്റ്റ് ഡേ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു തിയേറ്ററിൽ. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി ഓക്കെ പടം വർക്കായി എന്നുള്ളത്. അപ്പം ഈ പറഞ്ഞ പോലെ എല്ലാം ഓരോ പടത്തിന്റെ ഒരു വിധി എന്ന് പറയുന്ന പോലെ ലക്കിലി ഇറ്റ് വർക്ക്ഡ് ഔട്ട് വെൽ. ഈ ഫീനിക്സിലെ കഥാപാത്രം
ആ കഥാപാത്രത്തിന്റെ ഒരു രസകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മള് ഈ നിരാശ കാമുകന്മാരെയും ഒരു അയാൾ വളരെ എന്താ പറയാ പ്ലാറ്റോണിക് ആയിട്ടും അയാളെ പെട്ടെന്ന് ആ കുട്ടിയോടുള്ള ഇഷ്ടത്തിന്റെ പുറത്ത് തന്നെയാണ് ഇറങ്ങുന്നത്. പക്ഷെ ദേഷ്യം വന്നായിരുന്നു. പക്ഷെ ഇയാൾ ഒരു പോയിന്റ് കഴിയുമ്പം അത്രയും അങ്ങനത്തെ ഒരു ക്ലാസ് ലെവലിൽ ജീവിച്ചിട്ട് അയാൾക്ക് ഇത് പറ്റുന്നില്ല, അയാൾ മെല്ലെ ഒരു തിരിഞ്ഞു പോവാണ്. അപ്പം ആ ഒരു എലമെന്റ് നിങ്ങളോട് സ്ക്രിപ്റ്റ് പറയുന്ന സമയത്ത് പറഞ്ഞപ്പോൾ ഇത് കുറെ പേര് കണ്ടവർക്ക് പെനിക്കിടക്കാണെങ്കിൽ അത് ഭയങ്കര ഒരു റിയലിസ്റ്റിക് ആൻഡ് ആ കഥാപാത്രം അങ്ങനെ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അയാളെല്ലാം ത്യജിച്ചിട്ട് വരാനൊക്കെ ഉള്ളത് കുറവാണ്. അപ്പൊ ആ ഒരു എലമെന്റ് ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിരുന്നു, ഹൂക്ക് ചെയ്തിരുന്നു. ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ഇതിൽ വേറൊരു റൈറ്റർ അതിനെ പറഞ്ഞത് അതങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അയാളെ ഒന്നിനെ പെട്ടെന്ന് പക്ഷെ ഞാൻ പറയാൻ ശ്രമിച്ച എനിക്ക് എന്താ വർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്റെ ജീവിതത്തിൽ അങ്ങനെയാണ്. സിനിമയിലാണ് ഭയങ്കര ഇൻസ്റ്റൻസസ് വേണ്ടത്, കാര്യങ്ങൾ വേണ്ടത്, അത് മറ്റേലോട്ട് മാറാൻ വേണ്ടി ഡ്രാമയുടെ ആവശ്യമൊന്നുമില്ല. കുറച്ച് നാളത്ത് സ്ട്രഗിൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ പറയില്ല അയാൾ ചെയ്തിട്ട് അയാൾ പോയി. അത് റിയാലിറ്റിയോട് ചേർന്നിരിക്കുന്ന ഒരു ക്യാരക്ടർ അയാൾക്ക് എടുക്കാൻ പറ്റിയില്ല. അയാളുടെ ക്യാരക്ടർ ഗ്രാഫ് ആക്ച്വലി തുടക്കം തൊട്ടേ വളരെ പൈങ്കിളിയും ആണ്. അയാള് പറയുന്നില്ലേ, പിന്നെ ആ അച്ഛൻ തന്നെ കളിയാക്കുന്നില്ലേ ആ തുടക്കം തൊട്ടേ അയാൾ പറയുന്നത് ഇങ്ങനത്തെ ഒരു പെണ്ണ് അങ്ങനത്തെ പെണ്ണെന്ന് പറയുമ്പോൾ ആ റാന്തൽ വെച്ചിട്ട് കണ്ട ഡെലിബറേറ്റ് അറ്റംപ്റ്റ് ആണ് റൈറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ അയ്യോ ഇത് പൈങ്കിളി ക്രിഞ്ചാണ് അയാൾ അങ്ങനെയാണ് പറയുന്നു, പൈങ്കിളിയാണ് അറിയാം പുള്ളി പറയുന്നുണ്ട്, അയാൾ പോവും. അപ്പൊ പക്ഷെ എനിക്ക് വായിക്കുമ്പോൾ എന്നെ ഹൈ പോയിന്റ് എന്ന് പറഞ്ഞാൽ അയാൾ എത്തി നിൽക്കുന്ന ഒരു അവസ്ഥയോ അവസാനം ആ പോയിന്റ് ആണ് എന്നെ ആക്ച്വലി ആ സ്ക്രിപ്റ്റില് ആ മരണോ ആ കുട്ടിയുടെ മരണോ അത് എങ്ങനെ മരിച്ചു എന്നുള്ളതും അതെന്നെ എഫക്ട് ചെയ്യുന്നതും ആ ക്ലൈമാക്സ് നമ്മൾ ആദ്യം തൊട്ടേ സ്ക്രിപ്റ്റ് വായന കഴിയുമ്പോൾ തന്നെ അതിന് നമ്മൾ ഞാൻ അതിൽ ചെയ്യുന്നു എന്ന് തന്നെ അവരെന്നെ ഫിക്സ് ചെയ്യുന്ന സമയം തൊട്ടേ ക്ലൈമാക്സിനെ പറ്റി എൻ്റെ അടുത്ത് നമുക്ക് അതടിക്കണം, നമുക്ക് ആ ക്ലൈമാക്സ് അടിക്കണം. ബിക്കോസ് അവരിങ്ങനെ പറയുമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹൈയിലായിരുന്നു വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മളെപ്പോലെ ആർട്ടിസ്റ്റ് അങ്ങനെ ഒരു അവസരം പെർഫോമേറ്റീവ് എന്നെ ത്രില്ലറിൽ മാത്രം കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെയാണ് അയാൾ എന്നൊരു തെറ്റിദ്ധാരണ ഉള്ളിടത്ത് എനിക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റിയൊരു സിനിമയായിരുന്നു ഫിനിക്സ്. അതാണ് അപ്പൊ പറഞ്ഞ ഒരു ഭാഗ്യം, ഒരു സ്പേസ് വരണമെന്നത്. അപ്പൊ ഇയാൾ ഇങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് അതങ്ങനെ ചെയ്യാൻ അവസരം തരണ്ടേ? അവസരമാണ് നമ്മുടെ ഇത്. അപ്പം ചന്തുവിനെ പ്രതീക്ഷിച്ചില്ല പക്ഷെ എനിക്കില്ലാത്തോണ്ടല്ല, അതുകൊണ്ട് അവസരമാണ്. സിനിമയ്ക്ക് അങ്ങനെയാണല്ലോ. അതുപോലെയാണ് സീക്രട്ട് ഹോമിനകത്തുള്ള ക്യാരക്ടർ. നമ്മള് ഇഷ്ടപ്പെടുവോന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകള് എന്നെ വെറുത്താൽ എനിക്ക് ഓക്കെയാണ്. ചന്തുനാഥിനെ അല്ല വെറുക്കുന്നത്, അത് വെറുക്കണമെന്ന് ഞാൻ. ഇപ്പം നിങ്ങൾ രണ്ടുപേരും കുറച്ച് നാൾ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ടീച്ചിങ്ങിലും ഉണ്ടായിരുന്നു. ടീച്ചറായിരുന്നു. ആര് അധ്യാപകനാണ് അധ്യാപകൻ. നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷം നിങ്ങളുടെ ആ പ്രൊഫഷനെ പറ്റിയിട്ട് ആലോചിക്കാറുണ്ട്. ഇപ്പൊ നമുക്ക് സിനിമകള് നമ്മൾ ആഗ്രഹിച്ച ഒരു സ്പേസിലേക്ക് എത്തുന്നു, നല്ല നല്ല വേഷങ്ങൾ, പക്ഷെ ഇടയ്ക്ക് ചിലപ്പോൾ ലോ പോയിന്റ് വരാലോ. അപ്പൊ ഈ ലോ പോയിന്റ് വരുന്ന സമയത്ത് ഇപ്പം മറ്റേ ജോബ് അതിനൊരു മേ ബി സാലറി കുറച്ചുകൂടെ ഓക്കെ ആയിട്ട് വരും, എക്കണോമിക്കലി നമുക്കൊരു അല്ലെങ്കിൽ എക്കണോമിക്കലി ആണെങ്കിൽ നമുക്ക് ഡേ ടു ഡേ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻഡ് ആയിട്ട് അവിടെ ഉണ്ടല്ലോ. സോ ലോ പോയിന്റ്സ് വരുമ്പോൾ നിങ്ങളുടെ മുമ്പത്തെ കരിയറിനെ പറ്റിയിട്ട് ആലോചിക്കാറുണ്ടോ? ഇല്ല. ലോ പോയിന്റ്സ് വരുമ്പോ മുമ്പത്തെ കരിയറിനെ പറ്റി ആലോചിക്കുന്നത് ഇത് ഞാൻ പാളിപ്പോയ എനിക്കൊരു ജോലി ഉണ്ടല്ലോ, അത്രേ ഉള്ളൂ. അതൊരു പ്ലാൻ ഇസെഡ് ആണ്. നമുക്ക് A to Z വരെ സിനിമയാണ് ലാസ്റ്റ് ഓപ്ഷൻ ആണ്. പക്ഷെ അത് ആ നന്ദി എനിക്ക് അച്ഛനും അമ്മയും എടുത്തു. അതായത് എന്നെ ഒരു MA MPhil വരെ തള്ളാൻ ഉഷീർ അവിടെ വരെ കൊണ്ടുപോയി അത് തീർത്തിട്ട് മതി നിന്റെ സിനിമ ഭ്രാന്ത് എന്ന് പറയുന്ന അവരെടുത്ത ഡിസിഷനിലാണ് എന്റെ ഏറ്റവും വലിയ സമാധാനം. കാരണം എനിക്കത് കഴിഞ്ഞ് ഇന്നിന് പുറന്തള്ളി ഇറ്റ്സ് നോട്ട് ഈസി ടു സർവൈവ്. ടു ഗെറ്റ് എ ചാൻസ് ഈസ് ഈസി എന്ന് ഞാൻ പറയുന്നു. To survive is difficult. കണ്ടിന്യൂ ചെയ്യാന്നുള്ളത് എസ്പെഷ്യലി ഇപ്പം എവറി ഡേ ന്യൂ ആക്ടേഴ്സ് ആർ കമ്മിങ്. പിന്നെ കാസ്റ്റിംഗ് we all should feel very lucky because നമുക്ക് അറ്റ്ലീസ്റ്റ് സിനിമകൾ വരുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. നമ്മൾ അറിയാം മെയിൻ സ്ട്രീമില് അതൊരു കോമ്പറ്റീഷൻ ഭയങ്കര ഫോക്കസ് ഉണ്ട്, ഭയങ്കര ബെൽറ്റ് എന്നല്ല ഗ്രൂപ്പ്സ് ഉണ്ട്. അവരെ കുറ്റം പറയാൻ പറ്റും. ഇപ്പം സിനിമയിൽ സർവൈവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അറ്റ്ലീസ്റ്റ് നമ്മളൊക്കെ ഇപ്പൊ ഞാൻ അതെ വലിയ കാര്യം. പിന്നെ ഇപ്പൊ കാസ്റ്റിംഗ് രീതികളും മാറിയല്ലോ. ഇപ്പൊ ഒരു സ്പേസിൽ എടുക്കുന്നതെന്ന് വെച്ചാൽ അവിടുത്തെ നോൺ ആക്ടേഴ്സിനെ കാസ്റ്റ് ചെയ്യാനുള്ളതും ഒക്കെ വരുന്നുണ്ട്. ഇപ്പം
ഈ ക്രൈസ്റ്റ് കോളേജിലൊക്കെ ആയിരുന്ന സമയത്ത് ഡ്രാമ ആക്ട് ചെയ്യും റൈറ്റ് ചെയ്യും ഞാൻ ഇൻസ്റ്റയിൽ കണ്ടിരുന്നു, അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിരുന്നു പറഞ്ഞിരുന്നു. ഇപ്പം ആ ഒരു പ്രോസസ്സ് മിസ് ചെയ്യുന്നുണ്ടോ, ലൈക്ക് അല്ലെങ്കിൽ റൈറ്റിംഗ് ചെയ്യാൻ ആഗ്രഹമുണ്ടോ? അത് ഞാൻ സ്ക്രിപ്റ്റിലോട്ടാക്കി. നമ്മള് മലയാളം സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് ചെയ്ത് ഒരു ഫ്രണ്ട് ഗ്രൂപ്പ് ഉണ്ട്, ഫ്രണ്ട്സ്. ഞാൻ സിനിമയിൽ വരുന്നത് സിനിമയിലെ ഒരു ആക്ടിങ് എന്നൊരു ഏരിയ മാത്രം എക്സ്പ്ലോർ ചെയ്യാനല്ല, നമുക്ക് ക്രിയേറ്റീവ്ലി അതിനകത്ത് നിൽക്കണം. സിനിമ പേഴ്സണായിട്ട് നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. നാളെ എനിക്കൊരു ആക്ടിങ് അല്ലെങ്കിൽ എനിക്ക് സിനിമ എഴുതാൻ പറ്റണം, ക്രിയേറ്റീവ്ലി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റണം എന്ന് ആഗ്രഹിക്കുന്നില്ല. സിനിമാറ്റിക് പാരഫോണിയയിൽ മാത്രമായിട്ട് വന്ന ഒരാളല്ല. നമുക്കൊരു സ്വപ്നം കാണുക, ആ സ്വപ്നം പറയുമ്പോൾ നമുക്ക് ആളുകൾ ചിലപ്പോൾ കളിയാക്കാം, പിന്നെ നീ നാട്ടിലെ ആള് കഴിഞ്ഞ് ഈ സിനിമ എടുത്ത്, അതല്ല, നമ്മളതങ്ങ് ഉറച്ചു വിശ്വസിക്കാൻ മുമ്പോട്ട് പോകും. ഇപ്പം രണ്ടുപേരുടെ ഇനി സീക്രട്ട് ഹോം അല്ലാതെ വരാനിരിക്കുന്ന പുതിയ പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ കമ്മിറ്റ് ചെയ്തിട്ടുള്ള വർക്ക് അല്ലെങ്കിൽ ആലോചനയിൽ നടക്കുന്നത് അതൊക്കെ എന്താണ്? എനിക്കിപ്പം സീക്രട്ട് ഹോമാണ് ഇനി വരുന്ന ആദ്യത്തെ റിലീസ്. അത് കഴിഞ്ഞ് എസ്.എൻ. സ്വാമി സാർ ഡയറക്റ്റ് ചെയ്ത പടത്തില് അതും അതിന്റെ സീക്രട്ട്. അപ്പൊ ഞാനത് കൺഫ്യൂസ് ആവാതിരിക്കാൻ ഇപ്പൊ സ്വാമി സാറിന്റെ പടം എന്നേ പറയുന്നുള്ളൂ, അതിന്റെ പേര് സീക്രട്ട് എന്നാണ്. പിന്നെ ആനന്ദ് ശ്രീബാല എന്ന് പറഞ്ഞിട്ടൊരു പടത്തിന്റെ കഴിഞ്ഞു. റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ് എന്ന് പറഞ്ഞൊരു പടത്തിന്റെ ഷൂട്ട് കഴിഞ്ഞു. ആ ടീമിന്റെ തന്നെ അടുത്ത ഫിലിമിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്ക്സ് ഒക്കെ നടക്കുന്നുണ്ട്. പിന്നെയും വേറൊരു ഫിലിമുണ്ട്, അതൊന്നും അനൗൺസ് ചെയ്യാൻ പറയാൻ അവരെ സൈഡിൽ നിന്ന് പറയാം. ബട്ട് എനിക്ക് തോന്നുന്നു 2024 ലക്കിലി ഇതുവരെ നല്ല സിനിമകൾ കുറച്ച് വന്നിട്ടുണ്ട്. വർഷം ആവട്ടെ, ദൈവമേ ദൈവം. റാമിന്റെ ഒക്കെ മൂന്നാമത്തെ സിനിമയാണ്. ഷൂട്ട് ചെയ്തത് റാം ഒറ്റ മൂവി ആയിരുന്നു ആക്ച്വലി. അത് ക്ലൈമാക്സിൽ ഷൂട്ട് ചെയ്തതാണ്. പക്ഷെ കോവിഡ് സമയത്ത് അത് ബിഗർ 2 പാർട്ടായിട്ട് പോയി. അപ്പൊ ഞാൻ വിചാരിച്ചു ആദ്യത്തെ പാർട്ടിലാണല്ലോ ഞാൻ വന്നത്, പക്ഷെ ഞാൻ 2ാമത്തെ പാർട്ടിലായിരുന്നു. അപ്പൊ ആദ്യത്തെ പാർട്ട് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ എന്നെ കാണാൻ എനിക്ക് അതിന് വെയിറ്റ് ചെയ്യണം. അപ്പോഴേക്കും 10 ലീഡ് കൂടെ തന്നെ ഷൂട്ട് പോർഷൻസ് മൊത്തത്തിലെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. വെരി നൈസ്, എല്ലാ ഗ്രൂപ്പും ടീമും വലിയ തൃശ്ശാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഹണ്ട് ഇറങ്ങാറുണ്ട്, ഞാൻ ഭാവന ഷാജി കൈലാസ് മൂവി ഇറങ്ങാറുണ്ട്. പിന്നെ ത്രായും ഒരു മൂവി, ഖജരാവോ ഡ്രീംസ് ഒരു മൂവി, അതൊക്കെ മുമ്പ് ഷൂട്ട് ചെയ്തൊക്കെ. ഖജരാവോ ട്രെയിലർ ഇതൊക്കെ വന്നതല്ലേ. അത് കഴിഞ്ഞ് പിന്നെ ഒരു ഹിമാലയൻ മൂവി ഉണ്ട്, അത് 45 days. അങ്ങനെ അഭിരാം സുരേഷ് തന്റെ മൂവി എന്നെ ആദ്യം എന്റെ ഫസ്റ്റ് ഡയറക്ടറാണ് പുള്ളി. ചിലപ്പോൾ അപ്പുമായിട്ട് ഞാൻ പടം ചെയ്യും. അങ്ങനെ ഡിസ്കഷൻസ് ഒക്കെ നടക്കും. ഓക്കെ, അപ്പൊ രണ്ടുപേർക്കും 2024 രണ്ടുപേരുടെയും വർഷമായി തീരട്ടെ. സീക്രട്ട് ഹോമും ആളുകൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു ക്രൈം ഡ്രാമയായിട്ട് വരട്ടെ. അപ്പൊ ഇത്രയും സമയം മീഡിയ വണ്ണോട് സംസാരിച്ചതിന് ഒരുപാട് നന്ദി. താങ്ക് യു.